ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നമുക്ക് ഓരോരുത്തർക്കും നന്ദി പറയാം. അപ്പം ഞാനിപ്പോൾ ഡിമാർട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അയ്യോ എപ്പോൾ പോയി 5:30 പോയി. ഇപ്പോൾ സമയം 9:30. ഭയങ്കര റഷാണ്. സൺഡേ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷാണ്. ഞാൻ പറഞ്ഞ ഭയങ്കര റഷാണ്. ഞാൻ പറഞ്ഞു പിന്നല്ലാതെ എന്നാൽ നമ്മൾ രണ്ടും കൂടെ പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് നാട്ടിലൊക്കെ പോകുന്നതിന് മുമ്പിട്ട് ഇച്ചിരി പർച്ചേസൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും ഇച്ചിരി ഉണ്ടായിരുന്നു വാങ്ങിക്കാനൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് കയറിയതേ ഉള്ളൂ. അടിക്ക് കഴിക്കാൻ കൊടുത്ത് പിള്ളേരൊക്കെ വെളിയിൽ കഴിച്ചാനും താഴോട്ട് പോകാൻ അതൊന്നും ഞാൻ എടുത്തില്ല. കുറച്ചൊക്കെ ചെയ്തു. പോയിട്ടൊരു പൊട്ടിയിലൊക്കെ പൊട്ടിച്ചിട്ട് പേഴ്സൊക്കെ കാലിയായി. എന്തോ എടുത്തോ ഒന്നും എടുത്തില്ല. എന്നാൽ പൈസ ഇട്ട് നല്ലതുപോലെ ആവുകയും ചെയ്തു. പിന്നെ എന്താ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ബീഫ് കറി കണ്ടിട്ട് അതാണ് എല്ലും കപ്പയും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഞാൻ നാട്ടിൽ സാധാരണ ഈ എല്ലും കപ്പയെന്ന് പറയുമ്പം ആ കറി കണ്ടിട്ട് മഞ്ജു ജോയി പറഞ്ഞാൽ ചേച്ചി ഇതാണ് എല്ല് കറി, ഇതിൻ്റെ കൂടെ ഇച്ചിരി കപ്പയോ പൊറോട്ടയായിരുന്നെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു എന്ന്. അപ്പം ഞങ്ങൾ പണ്ട് ഇങ്ങനെ അവധിക്ക് നാട്ടിൽ ചെന്നോണേ 6-7 വർഷമായെന്ന് തോന്നുന്നു. 6-7 അല്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഒരു പാസ്റ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ അവിടെ എല്ലും കപ്പയായിരുന്നു. അപ്പം ഞാൻ ഈ എല്ലും കപ്പയെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചിരിക്കുന്നത് എല്ലെന്ന് പറഞ്ഞാൽ എല്ല് മാത്രം. അതിൻ്റെ അത് ഇങ്ങനെ പീസ് ഉണ്ടെന്ന് മാംസം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ ഈ കട വാങ്ങിക്കുമ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഈ എല്ലാന്നുള്ളത്. ഞാൻ പറഞ്ഞ കടയിൽ ഒരു അങ്ങാരി വാങ്ങിക്കാൻ ഇങ്ങനെ നിന്നു. അപ്പോൾ അങ്ങാരി ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അതാന്നൊക്കെ പറഞ്ഞോണ്ടേ ഇങ്ങനെ ഞാനത് അല്ലാത്തപ്പം ഇങ്ങനെ പോകുമായിരുന്നു. അത് പറയുമായിരുന്നു നിനക്ക് വേണ്ടി വേണമെങ്കിൽ വാങ്ങിയത് എന്നിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കിയാൽ മതി, ഞങ്ങൾക്ക് തരണ്ടാന്ന്. അപ്പോൾ 2 പ്രാവശ്യം ഉണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങ് വാങ്ങിക്കാതെ തന്നത്. അപ്പോൾ ഇന്നലെ ഇപ്പം വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഇച്ചിരി ബീഫ് വെച്ചിരുന്ന അതുകൂടി ഇവർക്കിട്ട് പൊട്ടറ്റോ ആയതുകൊണ്ട് ഇവർക്ക് നല്ലതായിരുന്നു. നല്ല എനിക്ക് ഈ ബോൺലെസ് ബീഫ് വാങ്ങിക്കത്തില്ലേ, ബോൺലെസ്സും പിന്നെ ബോൺലെസ് ഫാറ്റ് ഇല്ലാത്ത ബീഫ്, അതിൻ്റെ ടേസ്റ്റിനേക്കാൾ ഇതെന്തോ ടേസ്റ്റാണ്. ഒരു മിനിറ്റ്, മുട്ടക്കാരൻ വന്ന് അതാ ബെല്ലടിച്ചത്. ആരുമില്ലല്ലോ ഇവിടെ, ഡാഡി മാത്രമേ ഉള്ളൂ. അങ്ങനെ വാങ്ങിച്ച് ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ കൂട്ട് ചവറ് പോലെയല്ല ഇരിക്കുന്നത് ആ മാംസം. അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ചിലതിങ്ങനെ വല്ലാത്തൊരു ഇതുണ്ട്. അത് നമുക്കൊക്കെ കഴിക്കാൻ പറ്റും, ഇവർക്കൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഉണ്ടാക്കി കഴിച്ചു. അതും വീഡിയോ ഒത്തിരി പേര് കണ്ടത്. പിന്നെ ഇനി ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. രാവിലെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പൂരി ഞാനിങ്ങനെ പരത്തി വെച്ചിട്ട് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം മിക്ക ദിവസം എമർജൻസിയിലാണ് ഞാനിപ്പോൾ ഈ പൂരി ഉണ്ടാക്കുന്നത്. കാരണം ചില ദിവസങ്ങളിൽ കൂടുതലും സൺഡേ ദിവസം ഞാൻ അരി വെള്ളത്തിൽ ഇടാനോ അങ്ങനെയാണ് മറന്നു പോവുകയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം ഞാൻ ഈ പൂരി ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കിത് എളുപ്പവുമാണ് ഉണ്ടാക്കാനായിട്ട്. ആ കുഴയ്ക്കുന്ന നേരം മതി. പെട്ടെന്ന് 10 ഉണ്ടാക്കി ഉടനെ എല്ലാവർക്കും കൊടുക്കും. പിന്നെ കൂട്ടാനെന്ന് പറയുന്നത് ഇവർക്ക് റീച്ചാനാന്നേലും പിള്ളേർക്കാന്നേലും ഞാൻ പിന്നെ പോൾമോന് പിന്നെ ഈ പൊട്ടറ്റോയുടെ ആ മസാലയൊക്കെ ഇട്ട് കൊടുത്താലും ചോലയൊക്കെ കടലക്കറിയൊക്കെ ആണെങ്കിൽ അവന് കൂടുതൽ ഇഷ്ടമാണ്. കൊച്ചവന് കൂടുതൽ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ്, സിസൺ ചട്നി അതൊക്കെ കൂട്ടാനാണ് ഇഷ്ടം. പൂരി ഓൾറെഡി അവൻ അങ്ങനെ താല്പര്യമില്ല. പിന്നെയും നിർബന്ധിച്ച് ചിലപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കും. എനിക്കിതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചായയുടെ കൂടെ അങ്ങ് ചുരുട്ടിയിട്ട് കടിച്ച് തിന്നാൻ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ പറയത്തില്ല ഈ പൂരി ഉണ്ടാക്കുമ്പോൾ അമ്മയെ ഓർക്കുന്നു. ഇപ്പം മായ ആണെങ്കിലും ഗീതേച്ചി ആണെങ്കിലും ചോദിക്കും പൂരി ഓർത്തപ്പോൾ അമ്മക്കിളിയോ ഓർത്തോന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല പൊങ്ങി വന്ന പൂരിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉടനെ അങ്ങ് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ട് വെച്ച്. ഇതാകുമ്പം കുറേ സമയം എടുക്കുമല്ലോ വഴന്ന് വരാൻ. അപ്പം ഞാൻ കോവയ്ക്കകത്ത് ഉപ്പ് ഇട്ട് ഞാനിതൊന്ന് ആദ്യം ഒന്ന് ഉപ്പി പറ്റിക്കുന്നുണ്ട്. ചില സമയത്ത് മാത്രമേ ഞാൻ ചുരുക്കം ചിലപ്പോഴേ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് വഴറ്റി എടുക്കത്തുള്ളൂ. ഇന്ന് ഞാനിപ്പം ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒരു സ്വല്പം 2 ടേബിൾ സ്പൂണോളം ഉള്ളിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കോവയ്ക്കകത്ത് വെള്ളമുണ്ട്, എന്നാലും ഞാനൊരു ഇച്ചിരി 2 ടേബിൾ സ്പൂൺ ഒഴിച്ചെന്നേ ഉള്ളൂ. ഒത്തിരി ഒഴിക്കരുതേ.
എന്നിട്ട് വെന്തിട്ട് ഞാൻ പിന്നെ അത് വെള്ളമൊക്കെ വറ്റി വന്ന ഉടനെ ഇങ്ങനെ പാൻ വെച്ചിട്ട് ഓയിലൊഴിച്ചതിന് ശേഷം ഇച്ചിരി മുളക് പൊടി ഇട്ട് എന്നിട്ട് നമ്മൾ കോവയ്ക്ക ഇട്ടിട്ട് ഇടയ്ക്ക് തീ കൂട്ടും ഇടയ്ക്ക് തീ കുറയ്ക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അത് വഴന്ന് വരണം. ഒത്തിരി സമയം എടുക്കും ഇതൊന്ന് വഴന്ന് വരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ മുളക് പൊടി ചേർക്കുമ്പോൾ അത് ഇച്ചിരി നല്ല കളറ് കിട്ടും. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ചപ്പാത്തിക്ക് റേച്ചാൻ കൂട്ടാൻ കൊണ്ടുവരാൻ. റേച്ചാൻ ഇങ്ങനെ ഈ കൂട്ടാൻ ഉണ്ടാക്കുന്നത്, ഈ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. റേച്ചാൻ എന്നല്ല, എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു സവാള ഇങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കടുകിട്ടിട്ട് ആ സവാള ഇട്ട് ഇച്ചിരി ഉപ്പൂടി ഇട്ടൊന്ന് ഇച്ചിരി നേരം ഒന്ന് വഴറ്റുന്നുണ്ട്. എന്നിട്ട് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുക്കത്തില്ലേ, അതാ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ. ചിലപ്പോൾ ഈ ഫ്രൈസനൊക്കെ ആണെങ്കിൽ പൊരിച്ച് മുട്ട നമ്മൾ പൊരിക്കത്തില്ലേ, അതുപോലെ ചപ്പാത്തിക്ക് കഴിക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇവിടെ പോളിനത്ര ചില സമയത്ത് താല്പര്യമില്ല. എനിക്ക് റേച്ചാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ ഇച്ചിരി സവാള ഞാൻ മൊത്തത്തിലങ്ങ് വഴട്ടിയെടുക്കത്തില്ല. പച്ചപ്പൊന്ന് പോകുമ്പം ഇടയ്ക്ക് ഇച്ചിരി നല്ലതുപോലെ കടിക്കാനായിട്ട് കിട്ടും. ആ ഒരു പരുവത്തിലേ ഞാൻ ആക്കിയെടുക്കത്തുള്ളൂ. എന്നിട്ട് ഈ മുട്ട ഇട്ടിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് ഇങ്ങനെ ഒന്ന് ആവി കയറി വരുമ്പോൾ അതൊന്ന് ഇളക്കിയെടുത്ത് കൊടുക്കുമ്പോഴത്തേന് ബാക്കി എനിക്ക് ലാസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ മൊബൈലിൻ്റെ അകത്ത് അങ്ങ് സ്പേസ് പോവാം. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നിട്ടും അത് സ്പേസ് പോയി. പിന്നെ ഞാൻ പോയി വീണ്ടും ഉള്ളതെല്ലാം ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇങ്ങനെ ഉള്ളിയും ഇങ്ങനെ വഴറ്റി തേങ്ങയൊക്കെ ഇട്ടിട്ട് മുട്ട ഇതുപോലെ ചെയ്താൽ ഒരു മുട്ടത്തോരൻ നമുക്കുണ്ടാക്കാം. അതും നല്ലതാണ്. അപ്പം ഞാൻ പിന്നെ ഒരു തോരനൂടെ വയ്ക്കുന്നുണ്ട്. പയറൊക്കെ അരിഞ്ഞ് അതിൻ്റെ അകത്ത് തന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ അങ്ങ് സവാള എന്ത് നിങ്ങളീ പരിപാടി കണ്ട് ബോറായിരിക്കും ഇല്ലേ? എന്ത് ചെയ്യാനാ. അപ്പം അതുകൂടെ ഒന്ന് ഞെവിടി അടപ്പത്ത് വെക്കട്ടെ. എന്നും എന്താ കൂട്ടാനാണ് വെക്കുന്നത്. ഈ തീയൽ ടൈപ്പൊക്കെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ അന്ന് ബെൻസിയുടെ നിന്ന് വാങ്ങിച്ച കുറച്ചുകൂടെ തേങ്ങ വറുത്ത ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഒന്നും ഇഷ്ടം. ഇവിടെ ഇപ്പം എല്ലാവരും ഒരുപോലെ കൂട്ടുന്ന കൂട്ടാനെന്ന് പറയുന്നതൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ വേറെ ഞാൻ വീണ്ടും ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാനതുണ്ടാക്കുന്നത്. എനിക്ക് ഇച്ചിരി ഈ ചൂരക്കറിയൊക്കെ തീയൽ മീൻസ് തേങ്ങ വറുത്തരച്ച് തീയൽ പോലൊക്കെ കഴിക്കാൻ ഇഷ്ടം. അത് ഈ പിള്ളേർക്ക് ഒരിടയ്ക്ക് സ്റ്റാർട്ടിങ് ഒരു പ്രാവശ്യം വെച്ചോണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു ദിവസം വെച്ചോണ്ടെങ്കിൽ പോള് പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ടെന്ന്. ഇപ്പോൾ എത്രയ്ക്കാണെങ്കിലും നമ്മൾ ഈ മക്കളുടെ ഇഷ്ടങ്ങൾ നോക്കിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാം വേണേ കഴി എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ മനസ്സിൽ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ഏതമ്മമാരും ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇവർക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നത് പിന്നെ നമ്മളങ്ങ് നമ്മുടെ ഇഷ്ടം അങ്ങ് മാറ്റി വെച്ചാൽ കുഴപ്പമില്ലല്ലേ. ഇപ്പം ഈ എല്ലേറുമൊക്കെ പോയി ഞാൻ അന്നേ ഞാൻ 2 വെക്കണമെന്നും പറഞ്ഞാൽ ഞാനിത് ചെയ്യാതിരുന്നത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഇവർക്ക് വേണ്ടി ഒരു 10 പീസോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ എല്ലാവരും ഒന്ന് ഇല്ല ബൈബിളിൽ പറഞ്ഞ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെന്ന് പറയുന്നത് പോലെ ഞാൻ അത്രയും പീസ് കൊണ്ട് 4 പേരെ പോഷിപ്പിച്ച്. പക്ഷേ 4 പേരെ പോഷിപ്പിച്ചില്ല. ആ പോൾമോൻ ഒരു പ്രാവശ്യം 2 പീസ് കഴിച്ചേ ഉള്ളൂ. പിന്നെ കൊടുത്തോണ്ടേ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ ഈ എല്ലിനേക്കായി വേവ് കൂടുതലായിരുന്നു മറ്റേതിനെന്ന്. അപ്പോൾ അവനത് സോഫ്റ്റായിട്ടിരിക്കുന്നില്ല. അവൻ അതുകൊണ്ട് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന്. എന്താ പിള്ളേരാണെന്നറിയാം, എനിക്കറിയത്തില്ല. പിന്നെ വാട്ടർ മെലൺ ഉണ്ടായിരുന്നു. അപ്പം എനിക്കിഷ്ടം റൈജാനും ഇഷ്ടപ്പെട്ടത് മറ്റേ ടൈപ്പാണ്, ഇങ്ങനെ ചിരണ്ടി ജ്യൂസ് പോലെ കുടിച്ചത്. യുവമാർക്ക് 2നും അല്ലാതെ പീസാക്കി കടിച്ച് തിന്നണം. അപ്പോൾ പിന്നെ അതിനായിരുന്നു ബഹളം, മമ്മി അങ്ങനെ വേണ്ട ഇങ്ങനെ മതിയെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ കൊടുത്ത്. പക്ഷെ മധുരം നല്ലതായിട്ടുണ്ടായിരുന്നു. എനിക്കും ഇഷ്ടം മറ്റേതായിരുന്നു. അതൊന്നും ഇങ്ങനെ ചുരണ്ടി വരുമ്പോൾ ജ്യൂസ് പോലായിട്ട് നമുക്കിങ്ങനെ കോരി കുടിക്കാൻ നല്ലതായിരുന്നു. അതായിരുന്നു ഇഷ്ടം. ഞാനിപ്പം അന്ന് പുതിയ ചട്ടി കൊണ്ടുവന്നില്ല, അത് മയക്കിയതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ അന്ന് പാർട്ടായിട്ട് ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഞാൻ എല്ലാം കൂടെ ഒരു ദിവസം കാണിക്കാമെന്ന്.
ഞാൻ ആദ്യം ചെയ്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ ചട്ടി വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള ഒരു വലിയ പാത്രത്തിൽ ആ പാത്രത്തിൽ മൊത്തം വെള്ളം ഒഴിച്ചിട്ട് ചട്ടി അത് മുങ്ങിക്കിടക്കണം. ആ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടിരുന്നേ. എന്നിട്ടൊരു 2-3 ദിവസം ഇങ്ങനെ കഞ്ഞിവെള്ളം, ആ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ അരി വാർക്കത്തില്ലേ, ആ വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം ഈ ചട്ടിയിൽ നിറച്ചൊഴിച്ച് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം അതങ്ങ് കളയുമായിരുന്നു. വീണ്ടും അന്നത്തെ വെള്ളം ഇങ്ങനെ പിറ്റേന്ന് കളയുന്നതെന്ന് പറയുന്നത് വീണ്ടും പിറ്റേ ദിവസം നമ്മൾ കഞ്ഞി വെക്കത്തില്ലേ, ആ വെള്ളം ഊറ്റി അത് തണുക്കുന്ന ഉടനെ വീണ്ടും ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്ന നേരത്ത് അത് കളഞ്ഞിട്ട് വീണ്ടും അതങ്ങനെ ഒഴിക്കും. അങ്ങനെ 3 ദിവസം ഞാൻ ഇങ്ങനെ കഞ്ഞിവെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ച് അതിനുശേഷം കടലമാവിട്ട് സ്പോഞ്ചും കൊണ്ട് ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ കാത്തയിട്ട് കമ്പിക്കാത്തയിട്ടൊന്നും തേക്കരുത്, ഇങ്ങനെ സ്പോഞ്ചോ അങ്ങനെ ഉള്ളതും കൊണ്ട് വേണം കഴുകാനേ. അപ്പം ഞാൻ പുറവും അകവും എല്ലാം ഇച്ചിരി കടലമാവിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ നിങ്ങളെ ഈ കാണിക്കുന്നേ. അല്ലാതെ ഏത് രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് കമൻറ്റിലൊന്ന് നിങ്ങൾ എഴുതുവാണെങ്കിൽ മറ്റുള്ളവർക്കും അത് പ്രയോജനമാവുമേ. അപ്പം ഞാൻ ചെയ്ത രീതി ഇങ്ങനെ ഞാനതിങ്ങനെ ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വെയിലത്ത് വെച്ച് ഞാൻ ഉണക്കിയില്ല. എനിക്കൊരു പേടി, എങ്ങനെ വെയിലത്ത് വെച്ചാൽ ഇനിയും പ്രശ്നമാണെന്നോ അല്ലാതെ പിന്നെ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഒരു തുണിയും കൊണ്ട് ഈ വെള്ളം എല്ലാം ഒന്ന് തുടച്ചിട്ട് കുറച്ച് നേരം ആ ചട്ടിയെ വെറുതെ അവിടെ അങ്ങ് വെച്ചിരുന്നു. അത് കാറ്റൊക്കെ കൊണ്ടൊന്ന് അത് ഉണങ്ങുമല്ലേ. അതിന് ശേഷം ഞാൻ പിന്നെ ബാക്കി പ്രൊസീജിയർ ചെയ്തേ. ഇപ്പോൾ ഇങ്ങനെ കഴുകിയിട്ട് വെയിലത്ത് വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഈ വെടിച്ചെങ്ങാണ് കീറുമെന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്തില്ല. ഇങ്ങനെ ഒരു നല്ല കോട്ടൺ തുണി എടുത്തിട്ട് നന്നായി തുടച്ചിട്ട് കുറച്ച് നേരം അവിടെ വെച്ച്, അപ്പോൾ ആ വെള്ളമയമൊക്കെ ഈർപ്പമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ അകവും പുറവും എല്ലാം നന്നായി വെളിച്ചെണ്ണ തേക്കുക ചെയ്തത്. എനിക്ക് ആൻറ്റി പറഞ്ഞു തന്നെയാണ് ഇത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത്. നന്നായി പുരട്ടിയിട്ട് വെയിലത്ത് വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നന്നായി ഇതിൻ്റെ അകത്തൊന്ന് വെളിച്ചെണ്ണയൊക്കെ പുരട്ടട്ടെ. പക്ഷേ ഈ ചട്ടി ഉണ്ടല്ലോ, എൻ്റെ കയ്യിലിരിക്കുന്ന ചട്ടികളെയൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഈ ചട്ടിക്ക്. നല്ല കണ്ണൂർ ചട്ടിയായത്, കണ്ണൂർ എന്ന് കൊണ്ടുവന്ന ചട്ടിയായത്. ഒരു 1-2 കിലോ മീൻ വയ്ക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതൊന്ന് വെളിച്ചെണ്ണ പുരട്ടി വെക്കട്ടെ. പക്ഷേ ഞാൻ എൻ്റെ ഈ നേരത്തെ ഉള്ള ചട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ കൂടുതൽ കെയറൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഈ ചട്ടി ഞാൻ എന്ത് മുറുക്കിയൊക്കെയാണ് പിടിച്ച് ചെയ്യുന്നതെന്ന് അറിയാമോ? എൻ്റെ കയ്യിൽ നിന്നൊന്നും പോവല്ലേ, കാരണം ഒരാൾ നമുക്ക് തന്ന ഒരു സാധനമല്ലേ. അതുപോലെ ഞാൻ കെയർ ചെയ്താൽ അതിനെ അത് എണ്ണയൊക്കെ തേക്കുന്നത് അങ്ങ് പേടിച്ച് കാരണം തറയെ വീഴുവോ പൊട്ടുവോ അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സിൽ ഓരോ ചിന്തകളാണ്. അതേസമയം എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന ചട്ടികളൊക്കെ എടുത്ത് ഞാൻ കറികളൊക്കെ വെച്ചിട്ട് ഒരു സൂക്ഷ്മത ഇല്ലാതാ ഞാനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കഴുകുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതാ നമുക്ക് ആരെങ്കിലും എന്തുകൊണ്ട് തന്നാൽ അതിന് ഭയങ്കര വാല്യുവാണ്. ഞാനത് എണ്ണ തേച്ച് വെയിലത്ത് വെച്ച് നന്നായിട്ട്, അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ നമ്മളിച്ച് കൂടുതൽ തേച്ചുകൊണ്ട് ആ അകമൊക്കെ ഒന്ന് വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ട് വെളിച്ചെണ്ണ അടിയിൽ വന്നിങ്ങനെ ഊറി വരുമായിരുന്നു. വീണ്ടും ഞാൻ അതിങ്ങനെ അവിടെ എല്ലാം ഒന്ന് തേച്ചിട്ട് വീണ്ടും ഒന്ന് ഉണക്കി നന്നായി ഉണക്കിയെടുത്തിട്ട് ഞാൻ എന്തോ ഇതൊന്നോ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞ് ആൻറ്റി ആൻറ്റി ഇരിക്കുകയും ഒരു ഇതിൻ്റെ കൂടെ ഒരു ചട്ടി ഉണ്ടായിരുന്നു വാങ്ങിച്ച്. അപ്പോൾ ആൻറ്റി ചെയ്തത് ഇതുപോലെ പച്ചരി ഇട്ടൊന്ന് വേവിച്ചെന്ന്. ഞാനും അതുപോലെ, അന്നേരം നമുക്കറിയാമല്ലോ പച്ചരി ആകുമ്പോൾ നല്ല വെളുത്ത അരി ആകുമ്പം കളറോ വല്ലോ ഇളകുവാണെങ്കിൽ നമുക്കറിയാമല്ലോ ചോറ് കറുത്തിരിക്കുമല്ലേ. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചില്ല ഈ ചോറ്. പക്ഷേ ഇത്രയും ഇടുണ്ടായിരുന്നു, ഞാനൊരു 1/4 ഗ്ലാസ് ഇട്ടേ ഉള്ളൂ, ഇത്രയും ഉണ്ടായിരുന്നു. അതിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ച് കുറച്ച് നേരം ഞാൻ അത് വെച്ചിരുന്നു. വൈകുന്നേരം വരെ ആ ചട്ടി തന്നെ അത് അങ്ങനെ ഇരുന്ന് രാത്രി വരെ. പക്ഷേ ഒരു കളർ വ്യത്യാസവും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അതുപോലെ സ്പോഞ്ചും കൊണ്ട് നന്നായി കഴുകിയിട്ട് പിറ്റേ ദിവസം അതിൻ്റെ അകത്ത് ഞാൻ മീൻ കറി വെച്ച്. അപ്പം ഞാൻ ചില സമയത്തൊക്കെ മീൻ കറി വെച്ചാൽ 2-3 ദിവസമൊക്കെ ഇങ്ങനെ തിളപ്പിച്ച് വെക്കത്തില്ലേ. അപ്പം ആൻറ്റി പറഞ്ഞ ആദ്യമായതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട, കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള മീനെങ്ങാണം വെച്ചിട്ട് അധികം പുളിയൊക്കെ ആയതുകൊണ്ടേ അതിൻ്റെ അകത്ത് തന്നെ അങ്ങനെ വെക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ്ട് ആ ചട്ടിയിൽ വെച്ച ഉടനെ ആ മീൻ കറിയുടെ ഒരു ലുക്ക് നോക്ക്, ആ കറുത്ത ചട്ടിക്കകത്ത് ചുമന്ന മീൻ എന്ത് സ്റ്റൈലുണ്ട്. അങ്ങനെ ഞാൻ മീൻ കറി ഇതിൽ വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ
ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.